12-ാം അധ്യായം മത്തായി സുവിശേഷം 12-ാം അധ്യായം അറിയാവുന്ന വാക്യമാണ്. 43-ാം വാക്യം. മത്തായി 12:43. ജീസസ്. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു. ഒരു മിനിറ്റ് എന്നെ നോക്കി വായിക്കാൻ പോകും. അടുത്തത് അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട്. അപ്പോൾ ഒരു കാര്യം പറയാം, അശുദ്ധാത്മാക്കൾ വിട്ടു പോയാലേ പറ്റൂ. ഒരു മനുഷ്യനെ വിട്ട് അശുദ്ധാത്മാവ് പോയി. വായിച്ചേ. നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചു. ഭൂതങ്ങൾക്ക് ശരീരമില്ല, പക്ഷെ ശരീരമുള്ള ജീവനുള്ളതിൽ വേണം ഭൂതങ്ങൾക്ക് വസിക്കാൻ. മൃഗങ്ങൾ, മനുഷ്യർ. ദൈവത്തിന് സ്തോത്രം. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആരുടെയും ദേഹത്ത് പിശാചം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചിലരുടെയൊക്കെ ദേഹത്തുണ്ട്. എന്നെയാണോ അത് നിനക്കറിയാം. മിണ്ടുന്നില്ല. ചിലരുടെ ദേഹത്ത് എന്തുണ്ട്? പിശാചുണ്ട്. ചിലരുടെ ദേഹത്ത് അത്രയും പിശാചല്ല. ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ ആ വീട്ടിലെ മോൻ പ്രാർത്ഥിക്കാനായിട്ട് പായിട്ട് അവിടോട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ അവൻ തുമ്മാൻ തുടങ്ങി. ഒരു തുമ്മ, 2 തുമ്മ. ഞാൻ 1.25 മണിക്കൂറാണ് വീട്ടിൽ പ്രാർത്ഥിച്ചു. 1.25 മണിക്കൂർ അവൻ തുമ്മിക്കൊണ്ടിരിക്കുക. അപ്പം അവൻ്റെ അപ്പം പറഞ്ഞു അലർജിയാന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു അലർജിയാന്ന് പറഞ്ഞു. എന്നിട്ട് നിർത്തുന്നില്ല. അമ്മ പെട്ടെന്ന് പോയി തിളച്ച വെള്ളത്തിനകത്തോട്ട് ഒരു തുണി മുക്കി പിഴിഞ്ഞ് ചുവന്ന് അവൻ്റെ മുഖത്തോട്ട് പിടിപ്പിച്ചു. വലിച്ചോ മോനെ എന്ന് പറഞ്ഞു. വലിച്ചിട്ടും തുമ്മുക. വിക്സ് പുരട്ടി എന്നിട്ടും തുമ്മുക. ഞാൻ പറഞ്ഞു ഇനിയെല്ലാം വിട്ടേര്, ഇവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. പ്രാർത്ഥിച്ച് വന്നുകൊണ്ട് അലറി താഴെ കിടക്കുന്നു. എല്ലാവർക്കും അയ്യോ നിങ്ങളൊന്ന് തുമ്മിയെന്ന് ചോദിച്ച വിഷായ നന്ദിനെ ഞാൻ പറഞ്ഞത്. പല ഭാവങ്ങൾ പറയുക. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ എന്താ ഇന്നത്തെ സന്ദേശം? ചില വീടുകൾക്കകത്തുനിന്ന് ഇത് പോയാലേ പറ്റൂ. ചില വ്യക്തികളിൽ നിന്ന് പോകാത്ത കാലത്തോളം നീ അസ്വസ്ഥയാണ്. സ്തോത്രം. ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ആൻറ്റിയുടെ ദേഹത്തൊരു സാധനം ഉണ്ടായിരുന്നു, ഭൂതം. അത് വിട്ടുപോയി. അപ്പം ഭൂതം തന്നെ പറഞ്ഞു 26 കൊല്ലമായി കയറിയെന്ന്. ഭൂതം പറഞ്ഞു അവൻ പോഷ്ക സത്യമായിരിക്കത്തില്ല. പോകാൻ നേരത്ത് അവിടുത്തെ അച്ഛനെ പോകാൻ നേരത്ത് എന്നോട് എന്നെ കെട്ടിപ്പിടിച്ചോട്ടെ പാസ്റ്ററേ, ഭൂതമില്ലാത്ത എൻ്റെ മേഴ്സയുടെ കൂടെ ഞാൻ ഇന്ന് രാത്രി ഉറങ്ങാൻ പോവുക. പാസ്റ്റർ പ്രാർത്ഥിച്ചോണേ. ഇത്രയും ദിവസം എറ കൂടെ ഉറങ്ങിയേ. നിങ്ങൾക്ക് ചിരിക്കാം, പുള്ളിയുടെ അകവാൾ വെട്ടിയാണ് പറയുന്നത്. അവന് എൻ്റെ ഭാര്യയുടെ ദേഹത്ത് ഭൂതം ഉണ്ടെന്ന് അവനോട് ബോധ്യപ്പെട്ട എന്തൊരവസ്ഥയാണ്. ഉള്ളത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ. ഒന്ന് വല്ല പുള്ളിക്കാരത്തി ഒന്ന് ചൂടായതോ ഒന്ന് ദേഷ്യപ്പെട്ടതോ ഒക്കെ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടിയത് ബെസ്റ്റാ. അറിഞ്ഞു സ്തോത്രം ചെയ്തോ. നിനക്ക് തൊല്ലം ചെയ്യുമ്പോൾ അപ്പുറത്തെ സൂസയായിരിക്കും ചിലപ്പോൾ നല്ലത്. പക്ഷെ സൂസയുടെ ഭർത്താവ് നിലവിളിച്ചുകൊണ്ടിരിക്കുക നിൻ്റെ ഭാര്യയെ പോലെ ഭാര്യയെ കിട്ടാൻ. ചില ഭാര്യയ്ക്ക് ഭർത്താക്കന്മാർക്കാന്ന് അവരുടെ ഭാര്യ അപ്പുറത്തെ സൂസ ആക്റ്റീവ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കാണേ എടി അതാ പെണ്ണ്. അവൾ ആക്റ്റീവ കൊണ്ട് നിട്ടേച്ച് അടുത്ത ക്രിസ്റ്റ ഓടിച്ചുകൊണ്ട് പോകും. ക്രിസ്റ്റ കൊണ്ടിട്ടിട്ട് വൈറ്റ് ബെൻസ് ഓടിച്ചുകൊണ്ട് പോകും. അവളെ കണ്ടുപിടിക്കുക. ഇവിടെ ആണെങ്കിൽ ഒരുത്തിയുണ്ട് അവിയലും പച്ചടിയും കിച്ചടിയും വെച്ചുകൊണ്ട് അടുക്കളയിൽ കിടക്കുക. അയാളുടെ ഭർത്താവ് നിലവിളിച്ചുകൊണ്ടിരിക്കുക ഇവളെ നോക്കി പഠിക്കും. വല്ല അവിയലും കിച്ചടികളും കിട്ടുമല്ലോ. എല്ലാ ദിവസവും ഉണക്കറോട്ടിൽ നിന്ന് എൻ്റെ ലൈഫ് മടുത്ത് ഉണ്ടെന്നില്ല. രാവിലെ ഉണ്ടാക്കി വെച്ച ഉണക്ക ബ്രെഡ് വൈകിട്ട് ചൂടാക്കി അങ്ങോട്ട് തരും. അച്ഛൻ കഴിച്ചു. അച്ഛൻ എന്നെ ടേസ്റ്റാണ്, ഇതൊക്കെ വെസ്റ്റേൺ ഫുഡാന്നൊക്കെ പറയും. ചൈനീസാന്ന് പറഞ്ഞാൽ കുറച്ച് ചീസും വാരിയിട്ട് കുറച്ച് പിന്നെന്തുവാന്ന് എനിക്കറിയത്തില്ല, സോസേജും ഒക്കെ വാരിയിട്ട് അങ്ങോട്ട് കൊടുക്കും. അച്ഛൻ കഴിച്ചു, സൂപ്പർ. അയ്യോ മോളിപ്പോൾ അയച്ചു തന്ന സ്വത്രം പുതിയ റെസിപ്പിയാണ്, അതൊക്കെ വെച്ച് ഉണ്ടാക്കി അടിപൊളി. 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. നിങ്ങൾ പിണങ്ങൊന്നും ചെയ്യരുത്. അമ്മ നിനക്ക് കിട്ടിയത് ബെസ്റ്റാണ്. ഒരു 3 മാസം മുമ്പ് ഞാൻ സ്തോത്രം പ്രയർ നടത്തുന്നൊരു സ്ഥലത്ത് അപ്പനും അമ്മയും ഒരു മോനെ കൊണ്ടുവന്നു. നല്ല കുടുംബത്തിൽ പറയുന്ന മോനാ. സ്തോത്രം. ആ മോന് പഠിക്കാൻ പോയിടത്ത് കനാനയക്കാരവൻ പഠിക്കാൻ പോയിടത്തുനിന്ന് തിരിച്ചു വന്നതാ. സ്തോത്രം. വീട്ടിൽ വന്നിട്ട് അവൻ രാത്രി വീട്ടിൽ വരത്തില്ല. അതിനാ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നേ. രാത്രിയിൽ എവിടെ വരത്തില്ല? വീട്ടിൽ വരത്തില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെ എന്നാ പറയുന്നത്. ചുരുക്കി പറയാം. സ്തോത്രം. ഞാൻ അവനോട് സംസാരിച്ചു. എന്താ പറഞ്ഞു, പാസ്റ്ററേ ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ ഇച്ചിരി കുടിക്കുകയും ഇച്ചിരി കഞ്ചാവ് അടിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് നിങ്ങൾ എവിടാ? ഞങ്ങൾ ആരും വരാത്ത സ്ഥലത്താണ് രാത്രി.
അതെവിടാ? കല്ലറയില്. ഇവിടെ പേടിയില്ലയോ? ഓ, അതിലൊക്കെ ഇറങ്ങി നടക്കുവാ, നമ്മളവരെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ? സ്തോത്രം. നിങ്ങൾ നോക്കി, അവനെ ഭരിക്കുന്ന ആത്മാവേദ. അവൻ എന്നോട് പറയാം, ഈ 2023 തന്നെ 10-25 ദിവസം കല്ലറ രാത്രി ഒറ്റയ്ക്ക് ഉറങ്ങിയിട്ടുണ്ട്. എന്തൊരു ദുർശക്തി അവനെ ഭരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, ദൈവികമല്ലാത്തതിലേക്ക് ഏതെങ്കിലും ശക്തി നിന്നെ ദൈവത്തിന് സ്തോത്രം കൊണ്ടുപോകുന്നെങ്കിൽ ഓർത്തോണം, ഇന്ന് അതിന്മേൽ ജയമുണ്ട്. ഇവിടെ ഒരു വീടിനകത്ത് ഒരു കുഞ്ഞിനെ ഭൂതം കഠിനമായി ഉപദ്രവിക്കുക. എന്നോട് ദൈവാത്മാവ് പറയുക, ചില തലമുറമേൽ നിന്ന് ആമി ഉപദ്രവിക്കുന്ന ദുർഭൂതങ്ങൾ വിട്ടുപോകുന്ന കാഴ്ച. നിന്റെ വീടിൻ്റെ സ്വസ്ഥത കിടത്തക്കവണ്ണം, നിന്റെ വീടിൻ്റെ സമാധാനം